ശ്രീജിൽ മാക്കുറ്റി, ഇവിടെ അങ്ങനെ കാത്തുകാത്തിരുന്ന് നിങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർ കാത്തുകാത്തിരുന്ന് നിങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നു. ആം, അങ്ങനെ തർക്കമില്ലാത്ത സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ അവിടെ കോവളം നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ്, അവിടെ സിറ്റിംഗ് സീറ്റാണ്. എം വിൻസെന്റ് മത്സരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ ഓക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പിന്നെ ആകെ പ്രഖ്യാപിച്ചത് വട്ടിയൂർക്കാവ് മാത്രമാണ്. ബാക്കി 12 ഇടത്തെ സ്ഥാനാർത്ഥി എവിടെയെന്നറിയില്ല. ഇവിടെ ഇപ്പോൾ താങ്കളുടെ തട്ടകം കണ്ണൂരടക്കം സ്ഥാനാർത്ഥി എപ്പോഴെന്നറിയില്ല. ഈ തർക്കം ജയിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് താങ്ങാവുന്ന തർക്കമാണോ ശ്രീജിൽ മാക്കുറ്റി? ശ്രീ ഹാഷ്മി, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. വളരെ കൃത്യമായി 1ാം ഘട്ട പട്ടിക ഞങ്ങളിന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. തീർച്ചയായും 2ാം ഘട്ട പട്ടിക നാളെ തന്നെ വരും. അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമാണ്. കേരളത്തിലെ ജനങ്ങൾ LDFനെതിരായി ചിന്തിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ വിസ്മയങ്ങൾ കാണില്ല. കണ്ണൂർ പോലെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ ആ പാർട്ടിയോട് ലാൽസലാം പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ കോൺഗ്രസിലെ തർക്കത്തെക്കുറിച്ച് പറയുന്നത്. എവിടെ നിന്നൊക്കെയാണ് CPMൻ്റെ നേതാക്കന്മാർ രാജിവെച്ച് വന്നത് നമുക്കറിയാമല്ലോ. എത്ര പ്രമുഖരായ നേതാക്കന്മാരാണ് രാജിവെച്ചിട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി വരും. അതൊക്കെ നല്ല കറക്റ്റായ സ്ഥാനാർത്ഥികളായിരിക്കും, ആപ്റ്റായ സ്ഥാനാർത്ഥികളാണ്. ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരത്തെ ഏറ്റെടുക്കാൻ സാധിക്കുന്ന, വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന ശക്തരായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ ആവുന്നത് പൂർണ്ണമായി 100% പൂർത്തിയായെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പൊയ്ക്കണ്ട നിങ്ങൾ ജയിച്ച ബൈ ഇലക്ഷനുകളിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മേനി എന്ന് പറഞ്ഞവർ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വളരെ നേരത്തെ പ്രഖ്യാപിച്ചു, വളരെ നേരത്തെ പ്രചരണത്തിന് ഇറങ്ങിയ അതിൽ മേനി പറഞ്ഞവർ, ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഇപ്പം പഠിക്കൽ കൊണ്ട് കലവടയ്ക്കാന്ന് പറയില്ലേ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതല്ലോ ശ്രീജിൽ മാക്കുറ്റി, അത് നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാത്തതല്ലോ. എന്നിട്ടും കെ സുധാകരൻ മത്സരിക്കോ ഇല്ലേ, എനിക്ക് സീറ്റ് വേണം എന്നതിൽ തട്ടി നിങ്ങൾ നിൽക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം ശ്രീജിൽ. ഹാഷ്മി, നിങ്ങൾക്ക് ചാനലിരുന്ന് കഷ്ടം, ഞങ്ങൾക്കൊരു കഷ്ടമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നാളെ കൃത്യമായി എല്ലാവരും വരും. ആ വന്നതിന് ശേഷം ഞങ്ങളങ്ങ് കളത്തിലങ്ങ് ഇറങ്ങിയാൽ ആ നിറഞ്ഞാടുന്ന UDFനെ തകർക്കാൻ പിണറായി വിജയൻ്റെ സർവായുധങ്ങളും സർവ്വ ഒന്നും അവിടെ ഏശിയില്ല എന്നുള്ള കൃത്യമായ കോൺഫിഡൻസിലാണ് ഞങ്ങൾ മുമ്പോട്ട് വന്നത്. ഒരു ജനാധിപത്യ പാർട്ടിയാവും സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഇന്നലകളിൽ ഉണ്ടാകുന്ന ഒരു അഭിപ്രായ വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കം വേണ്ട. ഞങ്ങൾ വളരെ കോൺഫിഡൻസിലാണ്. കാരണം അത്രയേറെ ജനങ്ങൾ വെറുക്കുന്നൊരു സർക്കാരായി ഇവർ മാറുന്നുവെന്ന് ഇന്നലകളിൽ ആ പാർട്ടിയോട് ചേർന്ന് നിന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ സുധാകരൻ പോലെ സഖാക്കൾ ഉൾപ്പെടെ ഏറ്റവും ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി മെമ്പറും അതോ മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ വരിവായി നിൽക്കുകയാണ്, വിസ്മയം തീർക്കുകയാണ്. നിങ്ങൾ നോക്കൂ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് LDFനുണ്ടായ ഒരു മുന്നേറ്റം എന്ന് പറയുമ്പോൾ കൊറോണയായിരുന്നു. അതിൻ്റെ ഒരു അനുകമ്പയാണ് ഇവർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയത്. ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തതുകൊണ്ട് എപ്പോഴും ചക്ക വീണ് മുയൽ ചാവാൻ പോകുന്നില്ല. കേരളത്തിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലുണ്ടായ ഞങ്ങളുടെ മുന്നേറ്റം വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി. ശരി, കോൺഗ്രസ് ഇത് ആദ്യമായി സംഭവിക്കുന്നതല്ല. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്, കുറേയധികം ചർച്ച ചെയ്യാനുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. ഇനി എത്ര ദിവസമാണ്? ഇനി ആകെ 23 ദിവസമുണ്ട് ബാക്കി. അവിടെ LDFന് ഉള്ളത് ബഹുഭൂരിപക്ഷം സിറ്റിംഗ് MLA-മാരാണ്. MLA-മാരെ മണ്ഡലത്തിന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആൾക്കാരുണ്ട്, അവർക്ക് വീട് കയറാനുണ്ട്, അവർക്ക് രാഷ്ട്രീയ വിഷയം ഉന്നയിക്കാനുണ്ട്. ആകെ ഇത്ര ദിവസവും നിങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണമായി സ്ഥാനാർത്ഥി ആവാൻ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ കളം നിറഞ്ഞ് ആടും എന്നൊക്കെ പറയുകയാണ്. റുജിൽ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എത്ര ജനകീയ MLA-മാരെന്ന് പറഞ്ഞാലും പരിചയപ്പെടാത്ത MLA-മാരെന്നൊക്കെ പറഞ്ഞാലും പിണറായി സർക്കാരിനെതിരെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരും മനസ്സിലായിക്കോ. അത്രയേറെ ഈ പാർട്ടി, ഈ മുന്നണി, ഈ ഭരണം അവസാനിക്കണമെന്ന് ഞങ്ങളെക്കാളും ആഗ്രഹിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിച്ചിരിക്കുന്നു എത്ര ജനകീയ MLA ആയാലും അത് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു MLA ഇവിടെ ജയിക്കാൻ പാടില്ലെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിരുത്തി ചിന്തിക്കുന്ന തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഞങ്ങളെ സ്ഥാനാർത്ഥികളൊക്കെ പരിചയപ്പെടും. ഇന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഏറ്റവും പരിചയമായ സ്ഥാനാർത്ഥികളാണ്. പൊതുമണ്ഡലത്തിൽ ഏറ്റവും സജീവമായി സംഘടനാ രംഗത്തും അത് പൊതുരംഗത്തും എല്ലാം സജീവമായി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ പോലെ തന്നെയുള്ള സ്ഥാനാർത്ഥികൾ നാളത്തെ പട്ടികയിൽ വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ആശങ്ക ഞങ്ങൾക്കില്ല ഹാഷ്മി. നിങ്ങൾ അങ്ങ് ആശങ്കപ്പെടേണ്ട. ഞങ്ങൾ നേടിയ വിജയമുണ്ടല്ലോ, ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ അംഗീകരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്ന ആശങ്ക ഞങ്ങൾക്കില്ല. വളരെ കൃത്യമായ രൂപത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും. 1ാം ഘട്ടം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി ഉണ്ടാവണമല്ലോ, മുന്നോട്ട് പോകും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പെങ്കിലും സ്ഥാനാർത്ഥി ഉണ്ടാവണമല്ലോ എന്നാണ് പരിഹാസ്യോദ്യോതകമായി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്.
ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ഇത്തരം പ്രതികരണങ്ങൾ, ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് മുഖത്ത് മറുപടി അങ്ങോട്ടും പറയാൻ ഇങ്ങോട്ടും ഉള്ള കേസുദാന്റെ വീട്ടിലേക്ക് രമേശ് ചെന്നിത്തല പോകുന്നു, അംഗീകരിക്കുന്നില്ല, പിന്നെയും ആരൊക്കെ പോകുന്നു, അംഗീകരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ എന്താണ് മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ കളയരുത് എന്ന് അദ്ദേഹം എന്താണ് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവാണ്. അത് പ്രഖ്യാപിക്കാൻ കഴിയാത്ത നിങ്ങളുടെ പ്രശ്നമാണോ മാധ്യമങ്ങളുടെ പ്രശ്നമാണോ റിജിൽ മാക്കുറ്റി? അല്ല ശ്രീ ഹാഷ്മി, ഇന്ന് പ്രഖ്യാപിച്ചല്ലോ 2ാം ഘട്ട സ്ഥാനാർത്ഥി. ഇപ്പോൾ ഞങ്ങളൊരു വിശാല പാർട്ടിയാണ്, കേരളം മാത്രമല്ല, എല്ലാ സ്ഥലത്തും തെരഞ്ഞെടുപ്പുണ്ട്, പാർട്ടിക്ക് പാർട്ടിയുടേതായ ചട്ടക്കൂടുണ്ട്, അതിനനുസരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി വരും. നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു ആശങ്കയും വേണ്ട. നിങ്ങൾക്ക് വേണ്ട. ഈ തെരഞ്ഞെടുപ്പിനകത്ത് വരുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് നിങ്ങൾ നോക്കൂ. ഈ തെരഞ്ഞെടുപ്പ് കടന്നിറയാൻ UDF-നെ സംബന്ധിച്ചോളം ഒരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പരിസരം, പ്രത്യേക ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയുണ്ട്. ആ പുതുയുഗ യാത്രയോടുകൂടി ഞങ്ങൾക്ക് ഓരോ നിയോജക മണ്ഡലത്തിലും ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനം ഇക്കാലം അത്രയും ഇല്ലാത്ത ഏറ്റവും നല്ല ക്രെഡിബിലിറ്റിയുള്ള, നല്ല സുതാര്യമായ, സൂക്ഷ്മതയിലുള്ള സംഘടനാ വർക്കുകൾ എല്ലാ നിയോജക മണ്ഡലത്തിലും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ 60,000 വോട്ട് തോക്കുന്ന മട്ടന്നൂരും, ഞങ്ങൾ 47,000 വോട്ട് ധർമ്മടവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സംഘടനാപരമായ എല്ലാ പ്രവർത്തനങ്ങളും സജ്ജമായിട്ടുണ്ട്. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതി, ആ രൂപത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോകും. ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. കാരണം ജനങ്ങൾ തയ്യാറാണ്. 67, 47 ഒക്കെ ജയിച്ച സ്ഥലത്ത് വലിയ രൂപത്തിൽ, പ്രത്യേകിച്ച് അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് പോലും വലിയ മുന്നേറ്റമാണ് ഞങ്ങൾക്ക് നേടിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.